പക്ഷെ ഓട്സിച്ചാരിക ഫേക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ ഓട്സിച്ചാരികയുടെ ഒരു മുഖം ആ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു മുഖം മാത്രമാണത്. കുറച്ച് ദേഷ്യമൊക്കെ എന്നിൽ ഉണ്ടെങ്കിലും ഒരാളെയും ഹൃദയം കൊണ്ട് ഹർട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. മനസ്സുകൊണ്ട് അയാൾക്ക് മറക്കാനാവാത്ത മുറിവുകൾ കൊടുക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെതായ ന്യായങ്ങൾ എനിക്കുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഒരിക്കലും ഒരാളെ ഞാൻ വെറുതെ ആക്രമിക്കാൻ ചെല്ലില്ല. അപ്പോൾ ഹോട്ട് സീറ്റ് ഷോയിൽ ഞാൻ അങ്ങോട്ട് ആക്രമിച്ചത് അവരുടെ പെർമിഷനോടെ ആണെങ്കിൽ പോലും അത് വേറെ പലതരത്തിലാണ് ഷോക്കേസ് ചെയ്യപ്പെട്ടത്. അത് മാറ്റണം. ഷാരി എന്ന വ്യക്തിയെ ജനങ്ങൾ മനസ്സിലാക്കണം ഒരൊറ്റ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. 21 ഫ്രൂട്ട്ഫുൾ ഡേയ്സ് ആണ് എനിക്ക് ബിഗ് ബോസ് അവിടെ തന്നത്. ഞാൻ നെഗറ്റീവ് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ബിഗ് ബോസ് ഒരിക്കലും എന്നെ നെഗറ്റീവ് ആക്കാൻ, അതിന് ഞാൻ ബിഗ് ബോസിന് നന്ദി പറയുന്നത്. കാരണം ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവർ അതുപോലെ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. സോ ഐ ലവ് ആ ഒരു കേസിൽ ഞാൻ ബിഗ് ബോസിനെ ലവ് ചെയ്യുന്നു. താങ്ക് യു ബിഗ് ബോസ് ആൻഡ് എൻഡമോൾ ഷൈൻ ആൻഡ് ഏഷ്യാനെറ്റ്. ആ ഒരു കാര്യങ്ങൾ അങ്ങനെ തന്നെ വിട്ടതിനും എന്നെ ഒരു എന്താ പറയുക ചിരിപ്പിക്കൽ ടീമാക്കി മാറ്റി. എന്നെ അവിടുത്തെ ഇന്നസെന്റ് എന്നാ വിളിക്കുന്നത് അവിടുത്തെ ടീം. കാരണം ഇടക്കിടക്ക് ഇന്നസെന്റിനെ പോലൊക്കെ നിന്ന് ചിരിപ്പിച്ച് മറിപ്പിച്ച് അവർക്ക് എന്റർടൈൻമെന്റ് കൊടുത്ത ഒരാളാണ്, സീക്രട്ട് എന്റർടൈനർ ആണെന്നാണ് അവർ പറയപ്പെടുന്നത് എന്നോടുകൂടി ചേർന്ന്. അപ്പൊ അതിൽ ഞാൻ ആഹ്ലാദിക്കുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരാളാണ്. ഞാൻ ടഫായിട്ട് തോന്നുമെങ്കിലും നിനക്കറിയാലോ എന്തോരം തമാശകൾ പറഞ്ഞിട്ടാ നമ്മള് മുമ്പിലിരിക്കുന്നത്, എന്തോരം കാര്യങ്ങൾ പറഞ്ഞു. സോ ആ ഒരു മുഖമായിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത് തന്നെ മൈൽ സ്റ്റോൺ. എനിക്കത് ജനങ്ങൾ പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്തു. എന്നോട് അവിടുത്തെ അക്ബർ ഖാൻ, നമ്മുടെ കണ്ടസ്റ്റന്റ് അക്ബർ എന്നോട് എപ്പോഴും പറയും, ഒരുപാട് ഗാനങ്ങൾ ഇഷ്ടമുള്ള, ഒരുപാട് പാട്ടുകൾ ഇഷ്ടമുള്ള, ഒരുപാട് ലിറിക്സ് കാണാതെ അറിയാവുന്ന നിങ്ങൾ എന്തിനാണ് സ്ത്രീയെ ഈ ഹോട്ട് സീറ്റ് ചെയ്യാൻ പോയത്? നിങ്ങൾ എത്ര ചിരിപ്പിക്കുന്ന ഒരാളാണ്, നിങ്ങൾ എത്ര തമാശ പറയുന്ന ഒരാളാണ്, നിങ്ങൾ എത്ര വൈബാണ്, നിങ്ങൾക്ക് അത് ചെയ്താൽ പോരെ തള്ളേ എന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ അക്ബറിന് കൊടുത്ത വാക്ക്, അല്ലെങ്കിൽ അക്ബർ ആഗ്രഹിച്ചിരുന്നു. അവൻ എനിക്ക് ലാസ്റ്റ് എന്നോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ഞാൻ വിഷമിപ്പിച്ച് ഒരു ട്രൂ ജെം ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് അവൻ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് ലാസ്റ്റിൽ ഫൈനൽ വീക്കിലൊക്കെ. അപ്പോൾ അവനോടും മറ്റുള്ളവരോടും എന്നോട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ ടഫായിട്ട് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കും ദ റിയാലിറ്റി ബൈ ഷാരികയിൽ. പക്ഷെ ഒരിക്കലും ഹോട്ട് സീറ്റിലേക്ക് പോവില്ല. ഹോട്ട് സീറ്റ് ഡബിൾ മീനിങ് എടുത്ത് ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യപ്പെടേണ്ടി വരും. അതൊരു ഷോ ആണെങ്കിൽ പോലും അത് അവർക്ക് പിന്നീട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അത് ഒരിക്കലും എൻ്റെ ക്യാരക്ടർ അല്ല, അതൊരു ഷോ മാത്രമാണ്. ആ ഷോയിൽ നിന്നാണ് ഞാൻ ആ ഷോ മാത്രം അഴിച്ചു വെച്ചു. യഥാർത്ഥ ശാരികയായിട്ട് പുറത്തോട്ടിറങ്ങി, ദ റിയൽ ശാരികയായിട്ട്, ദ റിയാലിറ്റി ശാരികയായിട്ട് ഞാൻ ഇവിടെ അടുത്ത എൻ്റെ തുടങ്ങി. അതിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു, നിന്നെയും ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ വേറൊരു പലയിടത്തും ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ചേച്ചിക്ക് ഈ ആറ്റിറ്റ്യൂഡിൽ ഈ ബി കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര മാറ്റം വന്നു, തലക്കനം കൂടി. ചേച്ചി പൊതുവേ അങ്ങനെ ഒരു സംസാരമാണ് ഞാൻ കേട്ടത്. ചേച്ചിക്ക് ഭയങ്കര തലക്കനം കൂടി, വലിയ എന്തോ ആരോ ആണ് എന്നൊരു തോന്നലാണെന്നൊക്കെ എൻ്റെ അഭിപ്രായമല്ല കേട്ടോ. പൊതുവേ ഈ മാധ്യമങ്ങളിലൊക്കെ ഞാൻ കണ്ടല്ലോ ഈ അടുത്ത് ഒരു മാധ്യമത്തോടും ചേച്ചി ആ രീതിയിലൊന്ന് പെരുമാറുന്നതൊക്കെ ഞാൻ കണ്ടു. നീയൊക്കെ ഏതാ മാധ്യമം? ചേച്ചി ഈ മാധ്യമ രംഗത്ത് തന്നെ ഉണ്ടായിരുന്നല്ലേ ചേച്ചി? നമ്മളൊക്കെ ഈ രംഗത്ത് പ്രവർത്തിച്ച വ്യക്തികളല്ലേ, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഒരു പുച്ഛ മനോഭാവം ചേച്ചി ഒന്ന് മാറ്റിയാൽ കൊള്ളാം. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു അഭിപ്രായം ഇങ്ങനെ പൊതുവെ കേൾക്കുന്നത് കൊണ്ട് ചേച്ചിയോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞാണ്. അതൊക്കെ ഒന്ന് മാറ്റി ഇച്ചിരി കൂടെയൊക്കെ ഒന്ന് ഇതാകും കേട്ടോ. അപ്പൊ നമുക്ക് അത് പറഞ്ഞ് നമുക്ക് അല്ല അങ്ങനെ നിൽക്കാൻ വരട്ടെ. അല്ല ഞാനാണ് ഇവിടെ ഡമ്മി ആയിട്ടിരിക്കുന്നത്, നിന്റെ ഡമ്മി. അതിനൊന്നും എന്താ ഡമ്മിയാകാനൊന്നും ഞാൻ അല്ല, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചു, അത് എന്റെ അഭിപ്രായം കൂടെ അറിയണ്ടേ. ഓക്കെ പറഞ്ഞു. അതായത് ബൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം വേണ്ട. ഉപദേശം പണ്ടേ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. ഞാനിപ്പോ ബിഗ് ബോസിന് മുമ്പും ബിഗ് ബോസിന് ശേഷവും ഞാൻ പഴയ ശാരിക കെ ബി തന്നെയാണ്. ബിഗ് ബോസ് എന്ന കിരീടം ഞാൻ തലയിൽ വെക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഇന്റർവ്യൂ ശാരിക കെ ബി എന്ന് അറിയപ്പെടുന്നത്, ഇന്റർവ്യൂവർ ശാരിക എന്ന് അറിയപ്പെടുന്നതാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം. ബിഗ് ബോസ് കുറച്ചധികം ആൾക്കാരിലേക്ക് എന്നെ എത്തിച്ചു എന്ന് മാത്രം. അല്ലാതെ ഞാൻ ബിഗ് ബോസ് ശാരിക എന്ന് കേൾക്കണമെന്ന് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നില്ല. വിളിച്ചാൽ ഓക്കെ ഗുഡ്, നിങ്ങൾ ബിഗ് ബോസ് കണ്ടിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കും. ഇല്ലെങ്കിലും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ്. പക്ഷേ ഞാൻ അന്നും ഇന്നും മഞ്ഞ മാധ്യമങ്ങൾക്ക് എതിരാണ്. അതായത് നമ്മൾ ഒരാൾ പറയുമ്പോൾ പല സിനിമാ നടന്മാരും പല ആർട്ടിസ്റ്റുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ പറയുന്ന പകുതിയും കട്ട് ചെയ്തിട്ടിട്ട് അതിന്റെ വാല് മാത്രം പറഞ്ഞ് അവരെ ഏറിലാക്കുന്ന ഒരു പരിപാടി മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇല്ല. കുറച്ച് മാധ്യമങ്ങൾ, ഒരു 100 നല്ല സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി പ്രളയം, കൊറോണ സമയത്തൊക്കെ ജനങ്ങളെ അഹോരാത്രം സഹായിച്ച സോഷ്യൽ മീഡിയ മാധ്യമങ്ങളാണ്, അതായത് ഈ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളാണ്. അതൊക്കെ നമ്മൾ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. പക്ഷേ അതിൽ ചെറിയ പുഴുക്കുത്തുകളുണ്ട്. അതായത് എന്ത് തോന്നിയവാസവും അങ്ങ് ചോദിക്കാം. സെലിബ്രിറ്റി ആണെന്ന് വെച്ചിട്ട് എന്ത് തോന്നിയവാസവും അങ്ങ് ചോദിക്കാം. അവൻ എന്നോട് ചോദിച്ച ചോദ്യം എന്താ, അനുമോളോട് അസൂയ ഉണ്ടോന്ന്. അതായത് ഞാൻ അവിടെ നിന്ന് വളരെ അനുമോളുടെ അസൂയ ഉണ്ടോന്ന് ചോദിച്ചാൽ അനുമോളുടെ അസൂയപ്പെടേണ്ട ആവശ്യം എനിക്ക് എന്താന്ന് ചോദിച്ചാൽ പോരെ. അത് എന്റെ ഇഷ്ടമല്ലേ, എന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ മറുപടി പറയുന്നത്, എന്റെ ഇഷ്ടത്തിനാണ് മറുപടി പറയുന്നത്. അതിനെങ്ങനെ മുടയാകുന്ന? അല്ലേലും അങ്ങനെയാണോ സമൂഹത്തിന്? നയം പറയുന്ന, നിലപാട് വ്യക്തമാക്കുന്ന എല്ലാവരും മുടകളാണ്. നിങ്ങൾക്ക്
അത് നിങ്ങളുടെ കണ്ണിലെ കുരുവാ, അല്ലാതെ എന്റെ കുഴപ്പമല്ല. അല്ല ഞാനപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, സ്വാഭാവികമായിട്ടും അത്തരത്തിൽ മറ്റു മാധ്യമങ്ങളൊന്നും അതെന്നോട് ചോദിച്ചില്ല. ഏത് മാധ്യമം അവിടെ ഞാൻ നിൽക്കുമ്പോ 10 പേരുണ്ടായിരുന്നു, ഇവ മാത്രം എന്താ ചോദിച്ചത്? ചേച്ചി തന്നെയാ നേരത്തെ പറഞ്ഞ സംയമനത്തിന്റെ ബാധയെന്നൊക്കെ ചേച്ചി തന്നെയാ പറഞ്ഞത്. അപ്പൊ ഈ അതിന്റെ സംയമനം ഇല്ലേ? എന്ത് സംയമനം? ചോദിക്കുന്ന ചോദ്യങ്ങളും ആൾക്കാരുടെ മൂഡ്. ഒരു സെലിബ്രിറ്റി ചേച്ചി അപ്പൊ എല്ലാം ചോദിക്കേണ്ട രീതിയിലാണോ ചോദ്യങ്ങൾ ഹോട്ട് സീറ്റ് ചോദിച്ചത്? ഹോട്ട് സീറ്റ് ഷോ ആണ്, അവിടെ കയറി കളിക്കരുത്, അവിടെ കയറി കൊത്തരുത്, അതൊരു ഷോ ആണ്. അയാളുടെ ഞാൻ നിന്റെ പെർമിഷനോടുകൂടിയാണ് നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്റെ പെർമിഷൻ എടുത്തിട്ടല്ല ജിഞ്ചർ മീഡിയ എന്നോട് ചോദിച്ചത്. ജിഞ്ചർ മീഡിയ തോന്നിയാ നമ്മളങ്ങോട്ട് ഇറങ്ങുക, എന്നോട് ചോദിക്കുക അനുമോളോട് നിങ്ങൾക്ക് എന്താ ഇത്ര അസൂയ? അസൂയില്ല, ഒരു കോപ്പില്ലാന്ന് പറയണമായിരുന്നപ്പം. അത് നിന്റെ ഭാഷ. എന്റെ ഭാഷ അങ്ങനല്ല. എന്റെ ഭാഷ പറയുമ്പോ ഞാൻ ചോദിക്കും നീ ഏതാ, എന്ത് ചോദിക്കും? മര്യാദ ആറ്റിറ്റ്യൂഡ് ഇടും ഞാൻ, ആറ്റിറ്റ്യൂഡ് ഇടും. അല്ല അങ്ങനെ നിൽക്കാത്ത കുറെ പാവങ്ങളുണ്ട്. അതായത് എനിക്ക് ഇമേജ് കോൺഷ്യസ് അല്ല ഞാൻ ഇപ്പോഴും. ഞാൻ റിയാലിറ്റി ബൈ ശാരിക ചെയ്യുന്ന വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പാവമായിട്ടിരുന്നു, അയ്യോ ഞാനൊരു ചാനലുണ്ടേ, നിങ്ങളെല്ലാവരോടും എന്നോട് ഇങ്ങനെ മിണ്ടണേ, ഞാൻ ഇങ്ങനെ മിണ്ടത്തുള്ളൂ എന്ന് പറയത്തില്ല. ശാരികയുടെ ഐഡന്റിറ്റി ഇതാണ്. ശാരി ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. കണ്ണൂരിട്ടും ഇതാണ്, ദിസ് ഇസ് മൈ ആറ്റിറ്റ്യൂഡ്. എന്നോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട്? അല്ല ഇങ്ങനെ സംസാരിക്കാൻ. അല്ല ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ചേച്ചി ഞാൻ ഇത്രത്തോളം ഈ കണ്ണുരുട്ടി എന്നെ ഈ പ്രകോപിപ്പിക്കുന്ന രീതി സംസാരിക്കണ്ട. ഞാൻ പറയട്ടെ ചേച്ചി, ഞാൻ പറയട്ടെ. അല്ല വ്യക്തിപരമായിട്ട് എനിക്കൊരു അഭിപ്രായം തോന്നുന്നത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. എന്നെ പഴയ ഹോട്ട് സീറ്റ് ശരിയാക്കരുത്. അല്ല ഏത് രീതിയിൽ ഇവിടെ അതില്ലേ നീയാണ് ഇവനെ കൊണ്ട് ഇവനെ ഈ ഷിബിനെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞ എനിക്ക് താല്പര്യമില്ല, നീയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇന്റർവ്യൂവിന് സംഭവിച്ചത്. സെലിബ്രിറ്റി ആയെന്ന് പറഞ്ഞ ഞാൻ പഴയ ശാരിക തന്നെയാ. സെലിബ്രിറ്റി എന്താ എന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അംഗീകരിക്കാൻ പറ്റും? എന്തിനാണ് ഈ കട്ടക്കൊള്ളായിട്ട് ഇവനെ കൊണ്ടുവന്നവനെ? ഇറങ്ങി പോടാ എന്റെ ചാനലിൽ നിന്ന്. ചേച്ചി അങ്ങനത്തെ എന്താ ഡയലോഗ് ഒന്നും എന്നോട് അടിക്കണ്ട. ചേച്ചിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം കൊണ്ടും വ്യക്തിപരമായിട്ട് ഇപ്പൊ ചേച്ചി എന്താ പറഞ്ഞത് അവരോട് പറഞ്ഞു. ഷെബിനാണെങ്കിൽ അല്ല പറയട്ടെ, ഷെബിനാണെങ്കിൽ അതിപ്പോ എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന തുല്യമായി. ഞാനാണെങ്കിൽ ഈ ഇന്റർവ്യൂവിന് താല്പര്യമില്ലാന്ന് ചേച്ചി പറഞ്ഞോ, പിന്നെ എന്തിനാ അതിൽ നീ എന്നെ വിളിച്ചത്? നിനക്ക് എന്തിന്റെ ആവശ്യം എന്നെ വിളിക്കേണ്ടത്? ഇതുപോലത്തെ ഇതിനോടൊക്കെ സംസാരിക്കുന്നതിന് വേറെ എന്തെങ്കിലും ഞാൻ പരിപാടിക്കാൻ പോകുന്ന എനിക്ക് വേറെ ആൾക്കാരെ കിട്ടാനില്ല എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ. ഞാൻ ഈ ആഴ്ച 10 ഇന്റർവ്യൂ ചെയ്ത ആളാ. എന്തിനാ എനിക്ക് ആ പാട്ട് വരുന്നത്? നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിക്കും. ചേച്ചി നമ്മുടെ ആക്ടിങ് ഞങ്ങളുടെ ആക്ടിങ് എങ്ങനെയുണ്ട്, ഞങ്ങൾ സിനിമയിൽ എടുക്കാമോ എന്ന് ഞങ്ങൾ ഒരു സംവിധായകരോട് ആവശ്യപ്പെടുന്നില്ല. പിന്നെ ഇത് കണ്ടിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജനങ്ങൾ പറയട്ടെ. എന്താണെങ്കിലും ഞാനും ചേച്ചിയും തമ്മിൽ വളരെ നല്ല സുഹൃത്തുക്കളാണ്. തീർച്ചയായിട്ടും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ സൗഹൃദം ഇനിയും തുടരും. അങ്ങനെ നല്ല രീതിയിൽ ചേച്ചി ഇനിയിപ്പം റിയാലിറ്റി ബൈ KB, റിയാലിറ്റി ബൈ ശാരിക, സോറി റിയാലിറ്റി ബൈ ശാരിക. ആ KB മാറ്റിയല്ലേ, ശാരിക എന്ന് പറയുന്നതിനെ അറിയുന്നത്. അപ്പം റിയാലിറ്റി ബൈ ശാരിക എന്ന് പറയുന്ന ചേച്ചിയുടെ പ്രോഗ്രാമിലൂടെ ഇനിയും 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 നമ്മൾ പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ ഇനി എന്തായാലും ഓടിച്ചിട്ടില്ല. വളരെ വളരെ സംയമനത്തോടു കൂടി രസകരമായ എന്നാൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും, നിലപാടുകൾ കൊണ്ടുള്ള തന്നെയുള്ള നല്ല ഇന്റർവ്യൂയിലൂടെ വീണ്ടും ചേച്ചിയെ ഇനിയും ഞങ്ങൾക്ക് കാണണം. അതുപോലെ തന്നെ ഇനിയും സിനിമ, അതൊരു ചേച്ചിയുടെ ഒരു ആക്ടിങ് മികവ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് മികച്ച റോളുകൾ പലതും തേടി വരാൻ സാധിക്കും. പിന്നെ ചേച്ചിനെ പരിഗണിക്കാൻ കൂടെ എന്നെയും കൂടി ഒന്ന് പരിഗണിക്കും. ഞാൻ തുറന്നു പറയാം, അഹങ്കാരം ആറ്റിടാന്ന് വിചാരിക്കുന്നത് എനിക്ക് സിനിമയിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. എന്തായിക്കോട്ടെ, എന്താണെങ്കിലും ചേച്ചി ഇനിയും ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന വിജയം നേടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ബിഗ് വലിയ ഷോസിൽ തീർച്ചയായിട്ടും അതെ അതിനേക്കാൾ വലിയ ഷോകളിലേക്ക് പോവാനും അവിടെ പോയി ചേച്ചിയുടെ പുതിയ പുതിയ കാര്യങ്ങൾ ജനങ്ങളേക്ക് പ്രദർശിപ്പിക്കാനുമുള്ള ഒരു ഐശ്വര്യവും അനുഗ്രഹവും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി. താങ്ക് യു സോ മച്ച് മൈ ഡാർലിംഗ് ഷിബ്. താങ്ക് യു.